ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കുമ്പളങ്ങ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഞാനിവിടെ തോലൊക്കെ മാറ്റി കുരുവൊക്കെ നീക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. വെള്ളം ഈ കഷ്ണങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിധത്തിൽ മാത്രം ചേർത്താൽ മതി, കൂടുതൽ വേണ്ട. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. 2 വിസിലാണ് ഞാൻ ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ വേവാനായിട്ട് വരുത്തുന്നത്. ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ ലോയിലാക്കിയിട്ട് ഒരു വിസിൽ കൂടി വരുത്തുക. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം, 2 പച്ചമുളക്, ഒരു നുള്ളു ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം മിക്സിയുടെ ജാറിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇത് അരച്ചെടുത്ത സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ചുകൂടി കട്ടി വേണമെന്നോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടിയെന്നോ തോന്നുകയാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്നെസ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അത് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി തിളച്ചു വന്ന ഗ്രേവിയിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തിട്ട് തിളയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായി ചൂടായി വരണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായി ചൂടായി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടാതെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.